ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് എന്ത് രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഇതൊരു ബ്രൗസറാണ്. പക്ഷേ ഈ ബ്രൗസർ യൂസ് ചെയ്തിട്ട് നമുക്ക് ലാപ്ടോപ്പിലൊക്കെ ചെയ്യുന്ന പോലെ മൾട്ടി ടാബും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. 10ഓളം ടാബ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് മൾട്ടി ടാബ് നമുക്ക് മൊബൈലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് പുതുതായിട്ട് യൂട്യൂബിൽ വരുന്ന ഒരുപാട് യൂട്യൂബേഴ്സിന് പ്രത്യേകിച്ച് ലാപ്ടോപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. കാരണം ഓപ്പണായിട്ട് ഞാൻ പറയുന്നില്ല, പുതുതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിന് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഞാനും ഉൾപ്പെടെയുള്ള എൻ്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെ ഒരുപാട് പേര് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് രീതിയിലാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. മൾട്ടി ടാബ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ അത് സാധാരണ നോർമലായിട്ട് ലാപ്ടോപ്പിലാണ് ഇത് ചെയ്യാറധികം. അപ്പോൾ മൊബൈൽ ഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയിൽ തന്നെ 10 ടാബ് വരെ ഒരേ സമയം വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുള്ളതിനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ സ്ക്രീൻ റെക്കോർഡായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സ്ക്രീൻ റെക്കോർഡ് കൂടെ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തിട്ട് ഈ കാണുന്ന ഈ മയ്യാർ ബ്രൗസർ എന്ന് പറയുന്ന ആപ്ലിക്കേഷന് നമ്മൾ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത ശേഷം ഇതിൽ സെറ്റിങ്സിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെല്ലാം ഡിഫോൾട്ടായിട്ടാണ് കിടക്കുന്നത്. സാധാരണ നോർമലി യൂട്യൂബിൽ നല്ല ബ്രൗസറിൽ ഒരു ടാബ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അതായത് പ്രത്യേകിച്ച് യൂട്യൂബിൽ. അപ്പോൾ നമുക്കത് സെറ്റിങ്സ് പോയിട്ട് അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്കത് ആ ഡിഫോൾട്ട് സെറ്റിങ്സ് മാറി നമുക്ക് മൾട്ടി ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയ്ക്ക് വരുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ അവിടെ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ റൈറ്റ് സൈഡ് കാണുന്ന ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴെ കാണാം സെറ്റിങ്സ് എന്നുള്ള ഭാഗം കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതിങ്ങനെ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ ഈ കണ്ടില്ലേ കൺട്രോൾസ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ പ്ലേ ബാക്ക്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓഫായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞാനിത് ഓൺ ചെയ്ത് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മളിവിടെ ഇത് ഓൺ ചെയ്ത് കൊടുത്തിട്ട് റിട്ടേൺ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് വന്നിട്ട് ഇവിടെ വേറൊരു സംഭവം കൂടി ചെയ്യാണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 10 ടാബ് ഫോണിൽ ഓപ്പൺ ചെയ്യുമ്പോൾ 10ലും ഡിഫറെൻറ്റ് വീഡിയോസാണ് നമ്മൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ 10ൻ്റെ വീഡിയോൻ്റെ ശബ്ദം കൂടി വന്നിട്ട് നമുക്കതൊരു ഒന്നും മനസ്സിലാവാത്ത രൂപത്തിൽ കേൾക്കാനൊരു സുഖമില്ലാത്ത രീതിയിൽ അവസ്ഥയിലാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഇതിൻ്റെ സൗണ്ട് ഓഫ് ചെയ്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ സൈറ്റ് സെറ്റിങ്സ് എന്നുള്ള ഭാഗം അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴോട്ട് പോയിട്ട് ഇവിടെ ഈ സൗണ്ട് എന്നുള്ള ഭാഗം കണ്ടില്ലേ, ഇത് ഡിഫോൾട്ടായി എടുക്കുന്ന സെറ്റിങ്സ് ഓണായിട്ടാവും നമ്മളത് ഓഫ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു വീഡിയോ സൗണ്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ വീഡിയോ എല്ലാം റണ്ണിങ് ആയിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കും. ഞാൻ കാണിച്ചു തരാം എങ്ങനെ വർക്കിംഗ് എന്നുള്ളതിനെ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഈ 2 സെറ്റിങ്സാണ് നമുക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഇവിടെ നമുക്കിവിടെ സെർച്ചിലൂടെ യൂട്യൂബ് ഓക്കെ നെറ്റ് കുറച്ച് സ്ലോ ആണ്, അതിൻ്റെ പേരിലാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ യൂട്യൂബ് ഒരു ടാബ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. നെറ്റിൻ്റെ സ്ലോ കൊണ്ടാണ് വീഡിയോ ഒന്നും കാണാത്തത്. ഓക്കെ, അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഈ ഒരു വീഡിയോ നമ്മളൊന്ന് ഓപ്പൺ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം നമുക്ക് അടുത്തൊരു ടാബും കൂടി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ കാണുന്ന ഹോം യൂട്യൂബ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ രണ്ടാമതും അടുത്തൊരു വീഡിയോ കൂടി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. നെറ്റ് ഭയങ്കര ഡിലേ ആണ്, അതാണ് സംഭവം കേട്ടോ. അപ്പോൾ അത് ഈ വീഡിയോ ഞാൻ കുറച്ച് നേരത്തെ കണ്ടുവച്ചിരുന്ന വീഡിയോ എൻ്റെ ഫ്രണ്ടിൻ്റെ ചാനലാണ്, അപ്പോൾ അതൊന്ന് കണ്ടുവച്ചാണ്. അപ്പോൾ അത് രണ്ടാമതോടെ ലോഡാവുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. അത് സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ഇപ്പം നിലവിൽ നമ്മളിവിടെ 3 ടാബ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇനി ഇത് വർക്കിംഗ് ആണോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്ത ടാബ് ഇതിപ്പോൾ 1 മിനിറ്റോളം ഇവിടെ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സെക്കൻഡ് ഓപ്പൺ ചെയ്ത ടാബ് അതിന് ഓൾറെഡി 5 മിനിറ്റോളം കണ്ട വീഡിയോ ആണ്. അവിടെ നിന്നിട്ട് സ്റ്റാർട്ടാകുമ്പോൾ കണ്ടില്ലേ
അതവിടെ വർക്കിംഗ് ആണ്. മൂന്നാമത്തെ ടാബ് വരുന്നത് ഇതാ, ഇതും വർക്കിംഗ് ആണ്. അങ്ങനെ ഇങ്ങനെ നമുക്ക് 10ഓളം ടാബ് നമുക്ക് ഇതിൽ ഒരു കുഴപ്പം ലാഗോ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ലാപ്പ് ഇല്ലാത്തവർക്കും മൊബൈൽ ഫോൺ ലാപ്പിൻ്റെ രൂപത്തിൽ നമുക്ക് മൾട്ടി ടാബ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അത് നല്ലൊരു ബ്രൗസറാണ്. അങ്ങനെ ലാഗോ കാര്യങ്ങളൊന്നുമില്ല. പിന്നീട് ഇതിനൊരു ബുദ്ധിമുട്ട് എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫോണുകളിൽ മാത്രം എത്ര സെറ്റിങ്സിൽ ഡിഫോൾട്ടുള്ള സെറ്റിങ്സ് അത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാലും നമുക്ക് ടാബ് ഓപ്പൺ ആക്കുമ്പോൾ ഫസ്റ്റ് ഒരു ടാബ് ഓപ്പൺ ആക്കി രണ്ടാമത്തെ ടാബ് ഓപ്പൺ ആക്കുന്ന സമയത്ത് അത് ഫസ്റ്റ് ഓപ്പൺ ആക്കിയ ടാബ് ഓഫായി പോകാനുള്ള സാധ്യത വരുന്നുണ്ട്. അപ്പോൾ എനിക്കും ആ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 3 ഡോട്ട് തന്നെ ക്ലിക്ക് ചെയ്ത ശേഷം സെറ്റിങ്സ് എടുത്തിട്ട് ഇവിടെ താഴെ നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്തല്ലോ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ പ്ലേ ബാക്ക്, ഇവിടെ ഈ ഓൺ ചെയ്തിരിക്കുന്ന ഒരു ഭാഗം ഒരു 3-4 തവണ അത് ഓഫ് ചെയ്യുക ഓൺ ചെയ്യുക അങ്ങനെ ഒരു 3-4 തവണ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം മാറിക്കിട്ടും. എനിക്ക് മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഞാനാണ് അങ്ങനെ എനിക്കങ്ങനെ വന്ന സമയത്ത് ഞാൻ ഒരു മെത്തേഡ് യൂസ് ചെയ്തു ഇങ്ങോട്ട് മൊത്തം ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് രണ്ടാമത് റീസ്റ്റാർട്ട് കൊടുത്തപ്പോൾ എനിക്ക് ഓക്കെ ആയി കിട്ടി. അപ്പോൾ ഫ്രണ്ട്സിനും വന്നപ്പോൾ അവർക്ക് ആ മെത്തേഡ് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് അത് വർക്കിംഗ് ആണ്. അതിന് ശേഷം അവർക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളും വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക മൊബൈലിലൊക്കെ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും ഈ ആപ്ലിക്കേഷൻ്റെ ഉപയോഗം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ലാപ്പ് ഇല്ലാത്തവർക്ക് ഫോണിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്ത് കൊണ്ടു നടക്കുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാം, ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാൻ വന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക, വീഡിയോ മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ നിയാസ് മുണ്ടക്കാട് സൈനിങ് ഓഫ്. ബൈ.